Praise the Lord. Hallelujah. Praise the Lord. Praise God. Praise God. കർത്താവ് ഇപ്രകാരം ഒരവസരം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? അവരെല്ലാം കരമുയർത്തി എത്രത്തോളം ശബ്ദമെടുക്കാമോ അത്രത്തോളം ശബ്ദമെടുത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം ഈ വുമൻസ് ഫെലോഷിപ്പിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഡോക്ടർ ഷൈനി സാം, സിസ്റ്റർ ഷിനു സാം, ബാക്കി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ എൻ്റെ മാതാക്കൾ, സഹോദരങ്ങൾ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധാത്മാവിന്ന് തൊടട്ടെ. അസാധാരണമായ ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം സെലിബ്രേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് കടന്നു പോകുവാൻ ഹോളി സ്പിരിറ്റ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചു, യോ എനിക്ക് ആരെയും അറിയത്തില്ലല്ലോ, സിസ്റ്റർ ഷൈനിയെ അറിയത്തില്ല, സിസ്റ്റർ ഷിനുവിനെ അറിയത്തില്ല, അവരെയൊക്കെ ജസ്റ്റ് ഒന്ന് ഫോണിലുള്ള പരിചയമുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം ഒരപ്പാടെ മക്കളല്ലേ. നമ്മളുടെ എല്ലാം കുടുംബങ്ങളുടെ പേര് വേറെയാണെങ്കിലും, നമ്മളുടെ ഹൈറ്റും നമ്മളുടെ വണ്ണവും നമ്മളുടെ കളറും ഒക്കെ വ്യത്യസ്തമാണെങ്കിലും നമ്മളെല്ലാം വിളിക്കുന്നത് ഒരേ ഒരു അപ്പായല്ലേ. താങ്ക് യു ലോർഡ്. അപ്പാടെ പൊന്നു മക്കളെ എല്ലാം കണ്ടപ്പോൾ കുടുംബത്തിലേക്ക് വന്ന ഒരു ഫീലായിരുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ റിലേറ്റീവ്സ് ഇവിടെയുണ്ട്, റോസഫ് ഷാരൻ, യൂട്യൂബ് കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം ഞങ്ങൾ അവരോടൊപ്പമായിരുന്ന പാസ്റ്റർ ജോസ് മേമന, പ്രിയ ഐറിൻ മോൾ, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റിവിടെ അനവധി അഭിഷിക്ത ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ എല്ലാം ഉണ്ട്. എനിക്ക് പേര് പറയാൻ ഒത്തിരി പേരുകളുണ്ട്, പക്ഷേ ആരുടെയും പേര് പറഞ്ഞ ഒരാളെ പോലും മിസ് ചെയ്യേണ്ടല്ലോ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഐ ലവ് ഈച്ച് വൺ ഓഫ് യു ആൻഡ് ഐ ഓണർ യു. നിങ്ങളുടെ സാന്നിധ്യം ഞാൻ നിങ്ങളെ ഓണർ ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ഈ പ്രിയപ്പെട്ടവർ ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ എന്നെക്കുറിച്ച് സംസാരിക്കണം, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിക്കണം. ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഹോളി സ്പിരിറ്റാണ്. ഹോളി സ്പിരിറ്റ് ഇല്ലാതെ ക്രിസ്തീയ ജീവിതം ജയോത്സവമായി നടത്തുവാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ പോക്കോ, നീ പോയാൽ മതി, ബാക്കി ഞാൻ സംസാരിച്ചു കൊള്ളാം. എനിക്കറിയാം ഇന്ന് ഉറപ്പായിട്ടും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഹോളി സ്പിരിറ്റ് പേഴ്സണലി സംസാരിക്കും. നിങ്ങളെ ആന്തരികമായി സൗഖ്യമാക്കും. ശാരീരികമായി കർത്താവ് നിങ്ങളെ റിവൈവ് ചെയ്യും, റീജനുവേറ്റ് ചെയ്യും. കൂടുതൽ ആരോഗ്യത്തോടെ, ബലത്തോടെ, ഏറെ പ്രതീക്ഷയോടെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമുക്കിന്ന് എഴുന്നേൽക്കുവാൻ സാധിക്കത്തക്കവണ്ണം ഹോളി സ്പിരിറ്റ് നിങ്ങളെ മിനിസ്റ്റർ ചെയ്യും. പ്രത്യേക ഞങ്ങളെ ലൈവിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വീടുകളിൽ, വാഹനങ്ങളിലൊക്കെ ഈ ദൈവ സാന്നിധ്യം, ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ അനുഭവിക്കുന്ന അതേ സാന്നിധ്യം നിങ്ങളും അനുഭവിക്കത്തക്കവണ്ണം ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ അന്തരീക്ഷവും ടേക്ക് ഓവർ ചെയ്യട്ടെ. പവർവിഷൻ കുടുംബവുമായി എനിക്ക് വലിയൊരു ബന്ധമുണ്ട്, കടപ്പാടുണ്ട്. പവർവിഷൻ തുടങ്ങിയ സമയങ്ങളിൽ ഹാപ്പി മൊമെൻറ്റ്സ് എന്ന പ്രോഗ്രാം ആങ്കർ ചെയ്യുവാൻ അനവധി എപ്പിസോഡ്സ്, 100-ലധികം എപ്പിസോഡ്സ് ആങ്കർ ചെയ്യുവാൻ ഉള്ളൊരു ഭാഗ്യം, കൃപ കർത്താവ് എനിക്ക് തന്നു. അതുകൊണ്ട് പവർവിഷൻ എന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അതിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ
വേർഷിപ്പ് ടീം, അതുപോലെ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, മനുഷ്യരാരും അത് തിരിച്ചറിയുന്നില്ല. അല്പസമയം നമുക്കത് അന്യഭാഷയിൽ സംസാരിക്കാം. ഇന്നിപ്പോൾ മുഴുവനും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, മാനുഷിക ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് നടക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ അരികിൽ നിൽക്കുന്ന, നിങ്ങളുടെ ചുമലിൽ തൊട്ട് ആശ്വസിപ്പിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. മനുഷ്യരുടെ മുഖത്ത് നിന്ന് ശ്രദ്ധ മാറ്റിയിട്ട് അല്പസമയം അന്യഭാഷകളിൽ അപ്പയുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് സംസാരിച്ച് ഹൃദയം തുറന്നിടപെടുവാൻ അല്പസമയം എടുത്ത് റേമാന ഹദുരി കമാനക ശബ്ദനെ അൽതുര ഹസി കമാനിയാം ദൽ കോരഗസ്തേനിയാം ദൽ. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ അധികാരത്താൽ നിറയ്ക്കും. തുടർന്നുള്ള ചുവടുകൾ എപ്രകാരം എന്ന് ചോദിച്ച് ഭാരപ്പെടുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഏറെ അധികാരത്തോടെ കാലെടുത്ത് വെക്കത്തക്കവണ്ണം നിന്റെ കാൽ ചുവടുകളെ ഹോളി സ്പിരിറ്റ് ഇന്ന് പകൽ തൊടുകയാ. അന്ധന രമന ശമന, ആ കൈകൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ആ കരം ചേർത്തടിച്ച് അല്പസമയം ആത്മാവിൽ ആരാധിച്ചേ. രീപമാന ഹംദരാന വൈഡനെ അസ്തഗനക രക്ഷരാന ഹംദരാന വൈഡനം ഹഗ്ദഹജ്ജരാദലേ ലീഗരഗ്ദരാദനം അസ്തഗച്ഛ രക്കമാന ജീബബംബരംദനെ വൈഡക്കാനം ദീഗശ അഗ്ദഗരക്കം ദാനസേ വൈഡക്കനക രഗദന്ദ ലീബഗമാനം ജീമംദ അൽതസ്ഥാനക രക്കശേ അൽദക്കേനം ദീഗസാനം മൗഡംദ വൈഡക്കാനം ദീഗംദ ലീബംബാരം ജീനം ദേനം ദീനം ദാനം വൈഡം ദേ അന്തസാനം ദീഗശ. അന്യഭാഷ ലഭിച്ചവർ ആത്മാവിൽ അല്പസമയം പാടിക്കേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ നൽകുന്ന ട്യൂണിൽ ആത്മാവിൽ അല്പസമയം പാടാം. ഇതിനകത്തെ അന്തരീക്ഷം ഹോളി സ്പിരിറ്റ് ടേക്ക് ഓവർ ചെയ്യട്ടെ. ഇതിനകത്തിരിക്കുന്ന ജനം ദൈവ സാന്നിധ്യം ശ്വസിക്കട്ടെ. ഓരധാന ദീനധാന ധീരത അന്ധരാന ദീനത അസരാധ ധീരതേ അഗത ഹൽഗനാദര വൈഡക്കാനം ദീഗശ അഗ്ദഗരക്കത്താനസേ വൈഡക്കാനം ദീപംബ അംദഗരക്കം മാനംദ ദീപക്കാരം മാനം ദാനം ജീനം ദേനം വൈഡം ദേ അംദൽക്കാനം. മാനുഷിക സ്പർശനമില്ലാതെ സ്വർഗം നേരിട്ട് ചിലരുടെ ശിരസിൽ ഇപ്പോൾ തൊടുമാറാകട്ടെ. ഈ ആരാധനയിൽ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വാതിലുകൾ സ്വതവേ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില സാത്താന്യ അടിസ്ഥാനങ്ങൾ ഇന്ന് പകൽ തകരുമാറാകട്ടെ. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കർത്താവിലേക്ക് തിരിയട്ടെ. ലീബാമാന ഹംദാന ലീബഗമാനം ജീനം ദേ അംദഗരക്കം മാനം ദേ വൈഡക്കനകം രക്ഷസേ അസ്തഗരക്കത്താനം ദേ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അധികാരം തിരിച്ചറിഞ്ഞുകൊണ്ട് അല്പസമയം ആത്മാവിൽ ലീബാരഗശിയാം ധരാനഗ സംധലാനിയാം ഥ ലീബാബഹകാനിയാം ഥേ രേഗശിഖാരിയാഥേ അൽഥാരഗസഖാനിയാഥോ അംഥേ റമാനി മൽചോ രഠാനി. മർമ്മങ്ങളെ തുറന്നു പറഞ്ഞേ. സ്വർഗീയ മർമ്മങ്ങൾ, ദൈവത്തിന്റെ ഹൃദയ രഹസ്യങ്ങൾ ഇപ്പോൾ ജനത്തിന്റെ മേൽ പകരപ്പെടുമാറാകട്ടെ. ചില പുതിയ ദൗത്യങ്ങൾ ഇപ്പോൾ ജനം പ്രാപിക്കട്ടെ. Oshatana dikana altarekkarekkase arthaganekkathanase vaidakkanagatanasha amthagareganagadigadanada deebakkanagalagatchasana adigaladhiganatharasani vaidakkanagatarashani amdakkanam jeenathani amthagareganam dhalasani amtharagadam diganam dhani vaidakkanagatarasheni adigathana Altabaragada Charagadani, Vaidagaregadaga Tigajagarane, Amtagaraganaga Shana. Thank you, mighty God. Thank you for your matchless presence. Hallelujah. Taradamem Cheyuan Kadiyata. Angeda Sanityathinu Nandinatha. Yes.
Continue to worship him. ചില നാവുകളുടെ മേൽ പ്രവചനാത്മാവ് തൊടുമാറാകട്ടെ. ചിലരിപ്പോൾ ദൈവിക വെളിപ്പാടുകൾ ദർശിക്കട്ടെ. മാനുഷിക നിയന്ത്രണമല്ല, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം മുഴുവൻ സ്വാതന്ത്ര്യത്തോടെ ഇതിനകത്ത് വെളിപ്പെടുമാറാകട്ടെ. ചില പാരമ്പര്യ സിസ്റ്റംസ് അഴിഞ്ഞ് ജനം പരിശുദ്ധാത്മാവിലേക്ക് നയിക്കപ്പെടത്തക്കവണ്ണം ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം നൽകുന്നു. Lika mahashantereniamta lentenia sikaniante neshonteragasiam del kamania maltomia kamiamsel പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പൊന്നു മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച്, അവിടുത്തെ കൺമണികളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയെ കേൾക്കണം, ഞങ്ങൾക്ക് അങ്ങയെ തൊടണം. അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നത് ഇന്ന് ഞങ്ങൾക്കൊന്ന് അനുഭവിക്കണം. അങ്ങയുടെ അഭിഷേക തൈലം ഞങ്ങളുടെ മേൽ പകരണം. വി നീഡ് യു മോർ. ദൈവജനം ഒരുമിച്ച് പറയാമോ? വി നീഡ് യു മോർ. ഞങ്ങൾക്ക് അങ്ങയെ കൂടുതൽ വേണം നാഥ. മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. Praise the Lord. ഇതിനകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. എത്ര പേരത് അനുഭവിക്കുന്നു? കർത്താവിനെ ആരാധിച്ച ശബ്ദം ഒന്ന് അടഞ്ഞാൽ സാരമില്ല കേട്ടോ. കർത്താവിനെ ആരാധിച്ച് ശരീരം ഒന്ന് വിയർത്താൽ കാര്യമാക്കണ്ട. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് വലുതല്ലേ? ഒരു വ്യവസ്ഥയും കൂടാതല്ലേ പ്രാണപ്രിയൻ നമ്മെ സ്നേഹിച്ചത്? എന്തിനാ പരിമിതികളിട്ട് ഇങ്ങനെ ഒഴിഞ്ഞുകൂടിയിരിക്കുന്നത്? തന്നിരിക്കുന്ന ആരോഗ്യം കർത്താവിന് തിരിച്ചു കൊടുക്ക. ലഭിച്ചിരിക്കുന്ന ശബ്ദം ദൈവനാമ മഹത്വത്തിനായി തിരിച്ചു കൊടുക്ക. ആ ശരീരത്തിന്റെ ആരോഗ്യം അത് കർത്താവിന്റെ നാമ മഹത്വത്തിനായി തിരിച്ചു കൊടുക്ക. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ പ്രാണപ്രിയനെയാ, എൻ്റെ യേശുവിനെയാ. ഏത് വേദി ലഭിച്ചാലും എനിക്ക് പറയാൻ ഏറെ കൊതിയുള്ള കാര്യം, ഐ ലവ് ജീസസ് മോർ ദാൻ എനിവൺ. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഹസ്ബൻഡും 3 കുഞ്ഞുങ്ങളുമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന അനവധി ജനമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെക്കാളൊക്കെ അധികം ഞാൻ എൻ്റെ പ്രാണപ്രിയനെ സ്നേഹിക്കുന്നു. ഇന്ന് പകലും ഞാൻ എൻ്റെ പ്രാണപ്രിയൻ്റെ സാമീപ്യം അനുഭവിച്ചവളാ. പിതാവാം ദൈവത്തെ ഞാൻ പപ്പ എന്ന് വിളിക്കുന്നു. എൻ്റെ യേശുവിനെ ഞാൻ എൻ്റെ പ്രണയമേ, എൻ്റെ പ്രേമമേ എന്ന് വിളിക്കുന്നു. അവിടുന്ന് ഞാനുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക. ഏത് സമയവും എന്നെ മാറോട് ചേർക്കാൻ എത്തിച്ചേരും. അവിടുത്തെ കാലൊച്ച എനിക്ക് കേൾക്കുവാൻ സാധിക്കും. അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുകയാ. അങ്ങനെയാണെങ്കിൽ ആ പ്രാണപ്രിയന്റെ മാർവോട് ചേരുവാൻ ഞാൻ ഏറെ വെമ്പലോടെ കൊതിയോടെ ആയിരിക്കുന്നു. അടുത്തത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആരാണെന്നറിയാമോ? എൻ്റെ കാര്യസ്ഥൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ തരും. അതിന് ഗ്രീക്കിൽ പാരാക്ലീറ്റോസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് പാരാക്ലീറ്റോസ് എന്ന വാക്കിൻ്റെ അർത്ഥം കംഫർട്ടർ, കൗൺസിലർ, അഡ്വക്കേറ്റ്, ജെലസ് പാർട്ട്ണർ എന്നൊക്കെയാ. പലപ്പോഴും നമ്മൾ വേദനിക്കുന്നത് എന്നെ കേൾക്കാൻ ആരുമില്ല, എൻ്റെ ദുഃഖങ്ങൾ തുറന്നു പറയുവാൻ ആരുമില്ല, എന്നെ ഒന്ന് കൗൺസിൽ ചെയ്യുവാനോ എനിക്ക് വേണ്ടി ഒന്ന് വാദിക്കാനോ ആരുമില്ലെന്ന് പറഞ്ഞ് ദുഃഖിക്കാറില്ലേ? നിരാശപ്പെട്ട് ഭവനത്തിനകത്ത് ഒതുങ്ങിക്കൂടാറില്ലേ? ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കണ്ട. നിങ്ങളുടെ നല്ല വക്കീലാകുന്ന ഞാൻ, നിനക്ക് വേണ്ടി വാദിക്കുന്ന ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ നിന്റെ നിഷ്കളങ്കത്വം തെളിയിക്കുന്ന ദിവസങ്ങളാ. നീ ആരാണെന്ന് തെളിയിക്കാനൊന്നും പോകണ്ട. Holy Spirit, your best advocate, he is going to prove who you are. Hallelujah.
വാക്കുണ്ട്, ജലസ് പാർട്ട്ണർ. എൻ്റെ ഹോളി സ്പിരിറ്റിന് ഇഷ്ടമല്ല പരിശുദ്ധാത്മാവിനേക്കാൾ അധികം ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നത്. നമ്മുടെ ജീവിത പങ്കാളിക്ക് സഹിക്കത്തില്ല അല്ലേ? നമ്മളൊക്കെ പറയാറുണ്ട്, എൻ്റെ പാർട്ട്ണർ ഒത്തിരി പൊസസീവാ. അതെ, ഞാൻ ഒത്തിരി പൊസസീവാ എൻ്റെ ഹസ്ബൻഡിൽ, എൻ്റെ ഹസ്ബൻഡ് എന്നിൽ ഒത്തിരി പൊസസീവാ. എന്നാൽ അതിനേക്കാളൊക്കെ നമുക്ക് വേണ്ടി പൊസസീവായ ജലസായ ഒരു പാർട്ട്ണറുണ്ട്. നമ്മളെ വിട്ടുകൊടുക്കാത്ത, നമ്മുടെ സ്നേഹം മൊത്തം വേണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മളുടെ അവൈലബിലിറ്റി ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ആ രണ്ട് കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി പറയാമോ, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, എൻ്റെ ജലസ് പാർട്ട്ണർ, I love you more than anything, and here I am available to you. പരിശുദ്ധാത്മാവിന് നമ്മുടെ അവൈലബിലിറ്റിയാണ് വേണ്ടുന്നത്, എബിലിറ്റി ഒന്നുമല്ല കേട്ടോ. എത്രത്തോളം നാം അവൈലബിൾ ആകുമോ അത്രത്തോളം നമ്മളെ അവിടുന്ന് ശുശ്രൂഷിക്കും. ഞാൻ ഈ കർത്താവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 3 കാര്യം പറഞ്ഞിട്ടേ ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കത്തുള്ളൂ. അത് ഇതൊക്കെയാ: ജീസസ്, മൈ ഫാദർ, മൈ ഹോളി സ്പിരിറ്റ്, ഐ ലവ് യു മോർ ദൻ എനിവൺ. Then I say I love you more than anything. I am immensely blessed കേട്ടോ. കർത്താവ് എന്നെ എല്ലാ വിധത്തിലും അനുഗ്രഹിച്ചിട്ടുണ്ട്. മെറ്റീരിയലി ഐ എം ബ്ലെസ്ഡ്. കർത്താവ് എനിക്ക് അഭിഷേകം തന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞു പോകുന്നതാ, മാറിപ്പോകുന്നതാ. എൻ്റെ ബ്ലെസ്സിങ്സിനേക്കാളൊക്കെ അധികം ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. എത്ര പേർക്ക് ആ ചങ്കത്തോട് കൈവച്ചിട്ട് പറയുവാൻ സാധിക്കും, എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെക്കാൾ അധികം, അങ്ങന്റെ കരത്തിൽ തന്നിരിക്കുന്ന പണത്തെക്കാൾ അധികം, എനിക്ക് നൽകിയിരിക്കുന്ന പൊസിഷൻസിനേക്കാൾ അധികം യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. മൂന്നാമത്, ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഒരു വലിയ മിററുണ്ട്. മിററിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് പറയും, ജീസസ് മൈ ലവ്, യു നോ ഹൗ മച്ച് ഐ ലവ് യു. ഐ ലവ് യു മോർ ദാൻ മൈസെൽഫ്. എൻ്റെ ശരീരത്തെക്കാൾ അധികം. ഇന്ന് നമ്മളെല്ലാം ചുമ്മാതെ കിടക്കയിൽ എഴുന്നേറ്റിങ്ങി വരികയല്ലായിരുന്നല്ലേ? നമ്മുടെ ശരീരത്തെയൊക്കെ കുളിപ്പിച്ച് ഒരുക്കി നല്ല വസ്ത്രം ധരിച്ച് ഇവിടെ കടന്നു വന്നു. എന്നാൽ നിങ്ങളുടെ ശരീരത്തെ നോക്കിയിട്ട് ഒന്ന് പറയാമോ, ശരീരമേ, നിന്നെക്കാൾ അധികം എന്നെ വീണ്ടെടുത്ത് എൻ്റെ പ്രാണപ്രിയനെ ഞാൻ സ്നേഹിക്കുന്നത്? എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, എൻ്റെ ശരീരത്തെക്കാൾ അധികം ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചേക്കാം, എന്തിനാ ഇത്രയും അങ്ങ് സ്നേഹം? എന്തിനാ ഇങ്ങനെ എപ്പോഴും പറയുന്നേ? ഞങ്ങളെല്ലാം സ്നേഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ജീവനോടെ ആയിരിക്കുന്നത് ഒരു ഭയങ്കര അത്ഭുതമാ. എൻ്റെ അസ്ഥി പൊടിഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ഇന്ന് കാഴ്ചയോടെ ആയിരിക്കുന്നത് കർത്താവിൻ്റെ ദയയാ. ഇന്ന് എൻ്റെ ശരീരം ദുർഗന്ധം വമിക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് ദൈവത്തിൻ്റെ ദയയാ. എൻ്റെ ശരീരം ജീർണിച്ച് ചീർത്ത് ഒരു റോട്ടൻ വെജിറ്റബിളിനെ പോലെ എറണാകുളം മെഡിക്കൽ സെൻറ്റർ ICUവിൽ ഞാൻ ദിവസങ്ങൾ കിടന്നവളാ. മാനുഷികമായി എന്നെ സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. എൻ്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എൻലാർജായി, ഒപ്റ്റിക് നെർവിനെയും മെമ്മറി ടിഷ്യൂസിനെയും ഒക്കെ കംപ്രസ് ചെയ്ത് എൻ്റെ കാഴ്ചയും ഓർമ്മയും നഷ്ടപ്പെട്ടപ്പോഴായി കോമായിലായിരുന്നവളാ. ഒരു മനുഷ്യൻ്റെയും കരം കൂടാതെ, ഒരു സർജറിയും ഇല്ലാതെ, ഒരു ചെറിയ ടാബ്ലറ്റ് പോലും എടുക്കാതെ സ്വർഗം തുറന്ന് എൻ്റെ പ്രാണപ്രിയൻ ഇറങ്ങി വന്നു. എൻ്റെ ന്യൂറോ സർജൻ മാറി നിന്നപ്പോൾ, എൻ്റെ ഗൈനക്കോളജിസ്റ്റ് മാറി നിന്നപ്പോൾ, എൻ്റെ മറ്റ് ഡോക്ടേഴ്സ് ഒക്കെ മാറി നിന്ന് നോക്കുമ്പോൾ എൻ്റെ യേശു ഇറങ്ങി വന്ന് എന്നെ തൊട്ടു സൗഖ്യമാക്കി. അങ്ങനൊരു സംഭവം നടന്നിട്ട് പോലും ഇല്ലാത്തതുപോലെ ഞാൻ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഇന്ന് എറണാകുളം മെഡിക്കൽ സെന്ററിന് ഞാനൊരു അത്ഭുതമാ. എങ്ങനെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? എൻ്റെ കണ്ണ് എൻ്റെ കർത്താവിൻ്റെ ദാനമാ. എൻ്റെ ദൈവത്തിൻ്റെ സൗന്ദര്യം കാണുവാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നതാ ഈ കണ്ണ്. എൻ്റെ കാത് എൻ്റെ യേശുവിൻ്റെ മൃദുസ്വരം കേൾക്കാൻ മാത്രം എനിക്ക് തന്നിരിക്കുന്നതാ. ഈ ലോകത്തിലെ മറ്റു ശബ്ദങ്ങൾ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യത്തില്ല. മറ്റൊന്നും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കത്തില്ല. എത്ര പേർക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഒരുമിച്ച് തീരുമാനമെടുക്കുവാൻ കഴിയും? മരണത്തിനോ ജീവനോ, ഉയരത്തിനോ ആഴത്തിനോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ യേശുവേ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന്.
ഉത്തമഗീതത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നമുക്ക് ഓടിപ്പോകാം. എൻ്റെ മീതെ പിടിച്ചിരിക്കുന്നത് സ്നേഹത്തിൻ്റെ കൊടിയാകുന്നു. നിന്റെ ഇടം കൈ എൻ്റെ തലയുടെ കീഴിലും നിന്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കുകയും ചെയ്യട്ടെ. This is the intimacy that we have with our Jesus. മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി ദിവസങ്ങളിൽ സമയം കളയരുത് കേട്ടോ. മാനുഷിക ശബ്ദം കേൾക്കുവാൻ കൊതിച്ച് ഈ ദിവസങ്ങളിൽ സമയം കളയരുത് കേട്ടോ. ഈ ലോകത്തിൽ നിങ്ങൾ ഒരാളെ മിസ് ചെയ്യുന്നെങ്കിൽ അത് കർത്താവിനെ ആയിരിക്കട്ടെ. യേശുവിനോട് അല്പസമയം ചെലവഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ നിമിഷങ്ങളിൽ നിങ്ങൾ യേശുവിനെ മിസ് ചെയ്യത്തക്കവണ്ണം നിങ്ങളുടെ ഇൻറ്റിമസി വർദ്ധിക്കട്ടെ. നിങ്ങളുടെ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് കർത്താവിനെ ഈ ദിവസങ്ങളിൽ അനുഭവിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൊണ്ട് കർത്താവിനെ കാണണം. നിങ്ങളുടെ കാതുകൊണ്ട് യേശുവിൻ്റെ ശബ്ദം കേൾക്കണം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ മൂക്കുണ്ടല്ലോ, അത് കർത്താവിൻ്റെ സൗരഭ്യ വാസന ശ്വസിക്കുവാനായിരിക്കട്ടെ. ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ശ്വസിക്കുന്ന വായുവിൽ പോലും ദൈവ സാന്നിധ്യമുണ്ട്. നിങ്ങളത് ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യങ്ങൾ നടക്കുകയാണ്. പ്രതികൂലങ്ങൾ നമ്മൾക്കാർക്കും ഇഷ്ടമല്ല. 2012 ഈ വലിയ തീവ്രമായ ദുഃഖത്തിലൂടെ ഞാൻ കടന്നുപോയി. അത് കഴിഞ്ഞ് അതൊക്കെ റിക്കവറായി, ഓക്കെ ആയി, സന്തോഷത്തോടെ. ടെസ്റ്റ് മണി ഈസ് വെരി ലോങ് കേട്ടോ. പക്ഷെ എന്നോട് ഷൈനി സിസ്റ്റർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 45 മിനിറ്റ്സാ, എന്നെ ഒന്ന് പറഞ്ഞോണേ സമയം തീരാറാവുമ്പോൾ. ബിക്കോസ് എനിക്ക് തുടങ്ങാൻ അറിയാം, പിന്നെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. കർത്താവിനെ നടത്തുന്ന വിധം അങ്ങനെയാ. സോ ഐ എം വെരി സോറി. ഐ നോ അമേരിക്കയിലുള്ളവരൊക്കെ വളരെ പങ്ക്ച്വലാ. ഇവിടെ അങ്ങനെ ഒന്നും പോകാൻ പാടില്ല എന്ന് എനിക്കറിയാം. എന്നെ ഒന്ന് പറഞ്ഞോണേ, ഇരിക്കേണ്ട സമയമാകുമ്പോൾ ഒന്ന് അറിയിച്ചോണം. കർത്താവിനെ ഞാൻ അങ്ങനെ ഒത്തിരി സ്തുതിക്കുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ടെസ്റ്റ് മണീസ് ഉണ്ട്. ഫസ്റ്റ് ടെസ്റ്റ് മണി അത് കഴിയട്ടെ, പോട്ടെ, ഇനി അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. അത് ഞാൻ എൻ്റെ കുഞ്ഞിനെ 7 months ക്യാരിങ് ആയിരിക്കുമ്പോഴായിരുന്നു. സെക്കൻഡ് പ്രശ്നമൊക്കെ കഴിഞ്ഞു. ഇനിയും കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതമാകാം. കാരണം ഞങ്ങൾ എറണാകുളത്ത് പാലാരിവട്ടത്ത് സഭാ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. എറണാകുളത്ത്, കേരളത്തിൽ തന്നെ അനവധി സഭകൾ കർത്താവ് ഞങ്ങൾക്ക് തന്നു. എൻ്റെ പപ്പ പാസ്റ്റർ എൻജി സാംകുട്ടി ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. പപ്പ ആരംഭിച്ച ശുശ്രൂഷയാണ്. പപ്പയുടെ മരണശേഷം ഞങ്ങളത് ടേക്ക് ഓവർ ചെയ്ത് അതിങ്ങനെ ചെയ്തു പോകും. വളരെ സന്തോഷത്തോടെ ഞങ്ങളായിരിക്കുക. നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി ഉണ്ട്, അതൊക്കെ വളരെ സീക്രട്ടായിട്ട് ചെയ്യുന്നത്. വനത്തിനകത്ത് ഞങ്ങൾ കടന്നുപോയി അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇതൊക്കെ വളരെ തൃപ്തമായി സന്തോഷമായിരിക്കുന്ന സമയം, കർത്താവിനെ കൂടുതൽ സ്നേഹിച്ച് ദൈവിക സാമീപ്യമൊക്കെ അനുഭവിച്ച് ഇങ്ങനെ നടക്കുന്ന സമയം, പെട്ടെന്ന് ശരീരത്തിൽ അടുത്ത ബുദ്ധിമുട്ട്. ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി, ഡയഗ്നോസ് ചെയ്തു. അടുത്തത് ക്യാൻസർ. എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിന്ന് ചോദിച്ചു, ഞാൻ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നില്ലേ? ഐ സ്പെൻഡ് സോ മച്ച് ടൈം വിത്ത് യു, ഐ ഹിയർ യു, ഐ സീ യു, ഐ സ്മെൽ യു. അങ്ങനെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഞാൻ എപ്പോഴും അനുഭവിക്കുന്നവളാണ്. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടത. ആ ഹോസ്പിറ്റലിൻ്റെ അൾട്രാസൗണ്ട് യൂണിറ്റിന് പുറത്ത് നിന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് എൻ്റെ ഹോളി സ്പിരിറ്റ് പറഞ്ഞു, മോനെ, നിനക്ക് ആ വാക്യം അറിയാലോ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ? ദിസ് ഈസ് നോട്ട് ടു ഡിസ്ട്രോയ് യു, ദിസ് ഈസ് ഫോർ യുവർ ഗുഡ്. ഞാൻ അടുത്ത സർജറിക്കും ട്രീറ്റ്മെൻറ്റിനുമൊക്കെയുള്ള അപ്പോയിൻമെൻറ്റ് എടുത്ത് ആ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ 10-20 സിസ്റ്റേഴ്സ് അവിടുത്തെ സ്റ്റാഫാണ് ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഓടി വന്ന് ആശ്വസിപ്പിച്ചു. ചിലർ കരയുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സർജറിക്കും ഒക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. വീട്ടിൽ വന്ന് ഒത്തിരി കരഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഏലിയാവിനെ ആശ്വസിപ്പിച്ചതുപോലെ ചുമലിൽ തട്ടി ആശ്വസിപ്പിക്കും. പിന്നെയും ഭാരപ്പെടും, കരയും. എൻ്റെ മുമ്പിൽ അൺസർട്ടനിറ്റി. എനിക്കറിയത്തില്ല, 3 കുഞ്ഞുങ്ങൾ, ശുശ്രൂഷ, വീണ്ടും ഞാൻ മരണത്തെ മുഖാമുഖം കാണുകയാണ്. ശനിയാഴ്ചയായി, രാത്രിയായി. ഞാൻ തീരുമാനിച്ചു, ഞാൻ ആരാധനയ്ക്ക് കടന്നു പോകും നാളെ. ആരാധന ഉപേക്ഷയായി വിചാരിക്കരുത് കേട്ടോ. കർത്താവ് തന്നിരിക്കുന്ന ഈ അവസരങ്ങളുണ്ടല്ലോ, ഇതെന്നും അങ്ങ് കിട്ടുമെന്ന് ചിന്തിച്ച് അതിനെ അലക്ഷ്യമായി കാണരുത്. എപ്പോൾ ഒരു കൂട്ടായ്മയ്ക്ക് അവസരം കിട്ടിയാലും ഓടിപ്പോക്കണം. ഹല്ലേലൂയ. നമ്മൾ ആരും പ്രതീക്ഷിക്കാതല്ലേ കോവിഡ് വന്നപ്പോൾ എല്ലാം പൂട്ടിയത്.
നമുക്കറിയത്തില്ല അടുത്ത സെക്കൻഡ് എന്താണെന്ന്. ആരാധിക്കാൻ സാവകാശം കിട്ടിയാൽ, ഓൺലൈനിലും എന്നെ കാണുന്നവരെ, ആരാധനയ്ക്ക് കൂട്ടായ്മയ്ക്ക് ഒരു അവസരം കിട്ടിയാൽ ഓടിപ്പോണം. ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് പോകുവാൻ തീരുമാനിച്ചു. യൂഷ്വലി ചർച്ചിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ആരാധിക്കുന്ന, മതി മറന്ന് ആരാധിക്കും. എറണാകുളത്ത് ഗോസ്പൽ സെൻ്റർ ചേർച്ച് ഞങ്ങൾ 1.5-2 മണിക്കൂർ ആരാധനയ്ക്കായി മാറ്റിവെക്കും. പ്രിയ പാസ്റ്റർ ജോസിനൊക്കെ അറിയാം. അന്ന് ഞാൻ ചർച്ചിൻ്റെ ഏറ്റവും പുറകിലാണ് നിന്നത്. വലിയ വായിൽ കരയുകയാ. ഞാനൊരു ക്യാൻസർ രോഗിയാ. ഞാൻ ഇനി ഒത്തിരി കാര്യങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുകയാ. വലിയ വായിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ജനം ഇതൊന്നും അറിയാതെ തകർത്തവർ ആരാധിക്കുകയാ, ദൈവ സാന്നിധ്യം ആഘോഷിക്കുക. കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു, എനിക്ക് ധൈര്യം തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇന്നിവിടെ ആരെങ്കിലും ഭയത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഇല്ലാതെ ഇരിക്കുന്നെങ്കിൽ, ട്രസ്റ്റ് ഹോളി സ്പിരിറ്റ്. ഹി ഈസ് ദ സ്പിരിറ്റ് ഓഫ് ബോൾഡ്നെസ്. ഹി ഈസ് ദ സ്പിരിറ്റ് ഓഫ് കോൺഫിഡൻസ്. നമ്മൾക്ക് ഉറപ്പും ധൈര്യം തരുന്നത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് എൻ്റെ മേലേക്ക് വന്ന് എന്നെ ധൈര്യപ്പെടുത്തി, എന്നെ തൊട്ടിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പെട്ടെന്ന് ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി എൻ്റെ പ്രാണപ്രിയനോട് പറഞ്ഞു, യേശുവേ, എൻ്റെ പൊന്നേ, ഈ MRIക്കോ ഈ ബയോപ്സിക്കോ ക്യാൻസറിനോ ഒന്നും അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയത്തില്ല. ഇന്ന് അങ്ങനെ സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലും അങ്ങയോടുള്ള സ്നേഹ പ്രകടനമായി ഞാൻ തുള്ളിച്ചാടാൻ പോകുകയാ എന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. ഞാനിത് പറഞ്ഞത് മനുഷ്യരാരും കേട്ടില്ല കേട്ടോ. ഞങ്ങളുടെ ആലയത്തിന്റെ ഏറ്റവും പിറകിൽ ഇരുന്നു കൊണ്ടാ പറഞ്ഞത്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു വെളിച്ചം, ഒരു ഭയങ്കര വെളിച്ചം എൻ്റെ മുകളിലേക്ക് അടിച്ചു. ഞാൻ മറന്നുപോയി ഞാനൊരു രോഗിയാ, എൻ്റെ ശരീരത്തിൽ വേദനയുണ്ടെന്ന്. ഞാൻ അതൊക്കെ മറന്ന് കൈയടിച്ച് തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കുവാൻ തുടങ്ങി. ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, എനിക്ക് പരിചയമുള്ള ശബ്ദം. മോളെ, ഞാൻ നിന്നെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ റേഡിയേഷൻ ചെയ്തു. ഇനിയും നിന്റെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ശബ്ദം കേട്ടു, കുഞ്ഞേ, ഞാൻ നിനക്ക് ഈ രോഗത്തിന്റെ മേൽ അധികാരം തരുന്നു. ഹല്ലേലൂയ. പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ, എന്റെ പൊന്നു സഹോദരിമാരെ, നമ്മൾ ചോദിച്ചേക്കാം, എന്തിന് ഞാൻ? വൈ മീ? എന്തിനാ എന്നെ തിരഞ്ഞെടുത്തത്? ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില അധികാരം നിന്റെ മേൽ നൽകേണ്ടതിനാ. ചില അധികാരം നൽകേണ്ടതിനാ. ഏത് വിഷയത്തിലൂടെ ഇന്ന് കടന്നു പോകുന്നത്? ആ കടന്നു പോകുന്ന അതേ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് നിനക്ക് അധികാരം തരും. കുടുംബ ജീവിതത്തിൽ വളരെ ഭാരം അനുഭവിക്കുന്നു, ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ലേ, ഞാൻ അവസാനിപ്പിക്കുകയാ എന്ന് പറയുന്ന ചിലരെ പരിശുദ്ധാത്മാവിന് വിവേചിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടതിനല്ല, വരും ദിവസങ്ങളിൽ തകർന്നിരിക്കുന്ന അനേക കുടുംബങ്ങളെ പണിയത്തക്കവണ്ണമുള്ള അധികാരം ഞാൻ നിന്റെ ഈ മുറിവിന്റെ മേൽ പകരുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അന്ന് കർത്താവിനെ സൗഖ്യമാക്കി. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയ ദിവസം തന്നെ കടന്നു ചെന്നു. ടെസ്റ്റുകളെല്ലാം റിപ്പീറ്റ് ചെയ്തു. എനിക്ക് റിപ്പോർട്ട് വന്നു. അന്ന് ഞാനൊരു ഫെയ്ത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തു, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ്. ഓങ്കോ സർജനാണ് എൻ്റെ സർജറി ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു നോ, സ്റ്റിൽ ദാറ്റ് ട്യൂമർ വാസ് ദെയർ. പക്ഷെ ഞാൻ പറഞ്ഞു, ട്യൂമർ ഉണ്ടല്ലോ, അപ്പോൾ സർജറി ചെയ്തേ പറ്റൂ. പക്ഷെ കർത്താവിനെ സൗഖ്യമാക്കിയത് ഞാൻ അനുഭവിച്ചതാ. എന്നാൽ ഇത് നന്മയ്ക്കാക്കുമെന്ന് ദൈവശബ്ദം ഞാൻ കേട്ടതുമാ. ഇനിയും ഒരു ഓങ്കോ സർജൻ എൻ്റെ ദേഹത്ത് കൈവയ്ക്കേണ്ട. ഞാനൊരു ജനറൽ സർജൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തു, സർജറി നടത്തി. ഇതെല്ലാം വീണ്ടും ടെസ്റ്റിന് വിട്ടു. എനിക്ക് റിപ്പോർട്ട് കിട്ടി. എൻ്റെ ഡോക്ടർ മേബിൾ പെരേരെ ആ ലെറ്റർ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഫെബി, യു ഹാവ് നോ ക്യാൻസർ സെൽസ് ഇൻ യുവർ ബോഡി. നിന്റെ ശരീരത്തിൽ ഒരു ക്യാൻസർ സെല്ല് പോലും ഇല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് അത് തീയാ. പരിശുദ്ധാത്മാവിൻ്റെ തീ നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുവാൻ നീ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഒരു രോഗ അണുവിന് ആ ശരീരത്തിൽ നിലനിൽക്കുവാൻ സാധ്യമല്ല. അല്പസമയം ആത്മാവിൽ ആരാധിച്ചേ. ആ ഫയർ ഓഫ്
the Holy Spirit radiate ചെയ്യോ. ഇപ്പോൾ തന്നെ ചില റേഡിയേഷൻസ് സംഭവിക്കട്ടെ, ചില ട്യൂമേഴ്സ് ഡിസപ്പിയർ ആകട്ടെ, ചില ക്യാൻസർ സെല്ലുകൾ യേശുവിന്റെ നാമത്തിൽ കരിഞ്ഞു പോകട്ടെ. റിബാദാന ധീഗാദ വൈഡക്കാനം ധീഗസേ അസഗരക്കം ദാനശേ വൈഡക്കനഗ രഗദാന ദീപക്കാനം ജീനം ദേനം ദീനം ദേനം. പുറത്തു പറയുവാൻ കഴിയാത്ത ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഓ രാശാന ദീക മാന ഹംദ രഗദ ദിഗദ ലഗദ അധിക മനദ ലഗദ ദിഗജ രഗന രഗദ ദിഗദ ലഗദ അന്തിക രാധ സേനക രഗദം ദിൽഖമനാദം ദീപം ഭാരം. ആ ഹീലിംഗ് ഇപ്പോൾ സംഭവിക്കുന്നു, ആ രോഗ സൗഖ്യം ഇപ്പോൾ സംഭവിക്കുന്നു. Hallelujah. Thank you, mighty God. പിന്നെ കർത്താവ് എന്നോട് ആദ്യം എന്താ പറഞ്ഞു? ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നല്ലേ. അടുത്ത ഞായറാഴ്ച ചർച്ചിൽ ചെന്നപ്പോൾ സാക്ഷ്യത്തിന്റെ സമയമായപ്പം ഒരു മിസ്റ്റർ ജോസഫ് പുറകിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുകയാ. വിടുതൽ നടന്നതിന് സാക്ഷി ഞാനാ. ചീഫ് റേഡിയോളജിസ്റ്റ് മിസ്റ്റർ ജോസഫ് ഹോസ്പിറ്റലിൽ നിന്ന് MRI ചെയ്ത് പ്രിയപ്പെട്ടവൻ അവിടെ നിൽക്കുന്നത്. ഈ സഹോദരിയിൽ രോഗമുണ്ടെന്ന് കണ്ടുപിടിച്ചത് ഞാനാ. ഈ സഹോദരിയിൽ രോഗമില്ലെന്ന് കാണുവാൻ കർത്താവിനെ അനുവദിച്ചു. ആ ദൈവത്തെ എനിക്കും വേണം. ഹല്ലേലൂയ. ദൈവം നന്മയ്ക്കായി കൂടി തീർക്കുമോ? ചില വേദനയിലൂടെ കടന്നു പോയാലും ഭാരപ്പെടരുത് കേട്ടോ. 80 വർഷം കൊണ്ടും 90 വർഷം കൊണ്ടും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ നൊടിയിടയിൽ ചെയ്യത്തക്കവണ്ണം കർത്താവ് നിങ്ങളുടെ മേൽ അധികാരം തരും. ദൈവം സകലതും നന്മയ്ക്കായി കൂടി തീർക്കും. ഒന്നൊരുമിച്ച് പറഞ്ഞേ, സകലതും നന്മയ്ക്കാകും, സകലതും നന്മയ്ക്കാകും. ഇപ്പോൾ ചില അടിമത്തത്തിൽ കിടക്കുന്നെന്ന് തോന്നിയാലോ, പരിശുദ്ധാത്മാവ് പറയുന്നു ചിലതിനെ നന്മയ്ക്കായി ഞാൻ കൂടി വ്യാപരിപ്പിക്കുകയാ. ചില അടിമത്തത്തിന്റെ നുകം ഇപ്പോൾ പരിശുദ്ധാത്മാവ് തകർക്കുന്നു. The yoke of slavery യേശുവിന്റെ നാമത്തിൽ തകര. റിബാരാദ ലേഗാന അൽതഗരാദ ശേഗത്തെ അധികത്താനഗരഗദാനെ റിബക്കാനഗരഗദാനെ അർശസാനഗരഗ ഇതിനകത്ത് നിൽക്കുന്ന ദൈവ സാന്നിധ്യം എത്ര വലുതല്ലേ. നിങ്ങളുടെ ശരീരത്തിൽ അത് അനുഭവിക്കുന്നത് എനിക്ക് തിരിച്ചറിയാം. എന്നെ പൊതിഞ്ഞിരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. എന്റെ മുമ്പിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. കർത്താവ് നിന്നെ പരിപൂർണമായും സൗഖ്യമാക്കിയതാ. അതിനു മുന്നൊക്കെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം സൗഖ്യമാകുമെന്ന് ഉറപ്പില്ലല്ലോ. അത് പനിക്ക് പ്രാർത്ഥിക്കുന്നതല്ലല്ലോ അല്ലേ ക്യാൻസറിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നിന്നെ ഞാൻ ഈ തീയിലൂടെ കടത്തിവിട്ടത് പൊന്നുപോലെ പുറത്തെടുത്ത് ചിലതിന് അനുഗ്രഹമാകേണ്ടതിനാ. ധൈര്യത്തോടെ കരം നീട്ടിക്കോ. അതിനുശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും എവിടെയെങ്കിലും ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വാസത്തോടെ ഓടും. കാരണം ഞങ്ങൾക്കറിയാം അതിൻ്റെ വേദന, അതിലൂടെ പോയതിൻ്റെ ആ തീയുണ്ടല്ലോ, അത് ഞങ്ങൾക്കറിയാം. നമ്മൾ മുറിഞ്ഞാലേ, നമ്മൾ നുറുങ്ങിയാലേ ചിലർക്ക് വിളമ്പി കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന നുറുക്കത്തിന് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. സ്റ്റോപ്പ് കംപ്ലൈനിങ്, സ്റ്റോപ്പ് ഡൗട്ടിങ്. സംശയിച്ചു പോയോ, ചോദ്യം ചെയ്തു പോയോ, അവിടെ ഇരുന്നു കൊണ്ട് ക്ഷമ പറഞ്ഞേ. അപ്പാ, അങ്ങ് അനുവദിക്കുന്ന നുറുക്കങ്ങൾക്ക് നന്ദി, അങ്ങ് അനുവദിക്കുന്ന തകർച്ചകൾക്ക് നന്ദി. എന്നെ ചില വലിയ ദൗത്യങ്ങൾക്കായി അവിടുന്ന് പണിയുകയാണെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് അന്ന് എന്നെ പരിപൂർണമായും സൗഖ്യമാക്കിയതാ. ഇന്നും അസൗഖ്യം എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. ആ കർത്താവിനെ പറയുവാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ എങ്ങനെയാ ഓടിച്ചിട്ട് പറഞ്ഞു പോകുന്നേ. ചില പോയിന്റ്സ് ഒക്കെ വന്ന് പറഞ്ഞിട്ട് പോയി ഇരിക്കുന്നത് എങ്ങനാ. എൻ്റെ പ്രാണപ്രിയൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാം അല്ലേ. ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും കർത്താവുമായി പ്രണയത്തിലാകണമെന്ന്. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കുടുംബമായി വാഹനം ഓടിച്ച് പ്രെയർ ഡ്രൈവ് നടത്തും. ഞങ്ങൾ വാഷിങ്ടണിൽ പോയി, ഞങ്ങൾ പെൻസിൽവേനിയ വിവിധ ദേശങ്ങളിൽ പ്രെയർ ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുക. ഒറ്റ കാര്യമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, let the whole United States fall in love with you Jesus. ഈ
ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മൊത്തം കർത്താവുമായി പ്രണയത്തിലാകട്ടെ. ഹല്ലേലൂയ. ഇവിടുത്തെ യൗവന തലമുറകൾ ഇന്ന് രാവിലെ സിസ്റ്റർ ഷൈനി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇന്ന് കടന്നു വരുന്ന ചില അമ്മമാരുടെ തലമുറകളെ ഞാൻ അഭിഷേകം ചെയ്യാം. അവർ ആള് മാറിയവരെ പോലെ ശക്തമായ ദിവസങ്ങളിൽ വചനവുമായി എഴുന്നേറ്റ് നിൽക്കും. എത്ര പേർ ആഗ്രഹിക്കുന്നു എന്റെ പൊന്നമ്മമാരെ, നമ്മളുടെ മക്കൾ മറ്റെന്തുമാകുവാൻ ആഗ്രഹിക്കുന്നതിനപ്പുറം എനിക്ക് തലമുറയെ തന്ന ദൈവത്തിന് ഞാൻ എന്റെ തലമുറയെ തിരിച്ചു തരുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ ഉപയോഗിച്ചോ നാഥ. ഒന്ന് പ്രാർത്ഥിച്ചേ. ഇപ്പോൾ ചില തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ക്രിയ നടക്കട്ടെ. ഭവനങ്ങളിൽ ദൈവ സാന്നിധ്യം കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ശക്തമായ ദൈവ സാന്നിധ്യം ഇപ്പോൾ ഭവനങ്ങളിൽ വ്യാപരിക്കട്ടെ. വേഗം സഞ്ചരിക്കുന്ന വചനം ഇപ്പോൾ ഭവനങ്ങളിൽ ക്രിയ ചെയ്യട്ടെ. തലമുറകളിൽ വലിയ വ്യത്യാസം അതിപ്പോൾ സംഭവിക്കട്ടെ. Radha, Rika, Radha, Liga, Regada, Regada, Adiga, Regada, Regada, Reksha. Lord, I celebrate you. Jesus, I celebrate you. Holy Spirit, I celebrate you. I celebrate you, Lord. നമുക്കൊരു വചനം വായിക്കാം. ഇങ്ങനെ പോയാൽ ഞാൻ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 17-18. Can someone read for me? Acts of Apostles chapter 2 verses 17 and 18. Hallelujah. Amen. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. I will pour out my spirit. ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. മലയാളത്തിൽ അത് വളരെ എന്താ പറയുന്നേ, ഒട്ടും വെൽ എക്സ്പ്ലെയിൻഡ് അല്ല. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് I will pour out my spirit in abundant measure and overflowing supply of the Holy Spirit. തുള്ളി തുള്ളി പറയും തരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. 1-2 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുവാൻ നിങ്ങളെയൊക്കെ ഒന്ന് തൊട്ടു പോകാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മഴ പോലെ ഞാൻ നിങ്ങളുടെ മേൽ പെയ്തിറങ്ങും. മഴ പോലെ നിങ്ങളുടെ മേലും നിങ്ങളുടെ വൃദ്ധന്മാരുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും ഞാൻ പെയ്തിറങ്ങും. എത്ര പേര് കൊതിക്കുന്നു ആ പരിശുദ്ധാത്മാവാകുന്ന മഴയ്ക്കകത്ത് ഒന്ന് നനഞ്ഞു കുതിരുവാൻ? എത്ര പേര് കൊതിക്കുന്നു? അവിടെ നിന്ന് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ പെയ്തിറങ്ങ, എൻ്റെ മേൽ let me be completely immersed in your presence. Hallelujah, hallelujah. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കണ്ട, എഴുതി വെച്ചാൽ മതി. ചിലരൊക്കെ എഴുതുന്നത് കാണുന്നു. നിങ്ങൾ പിന്നെ വായിക്കാനും കൂടെ പോയ സമയം തീരും. ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഫിനിഷ്. മൈ ഗോഡ്. See, യോഹന്നാന്റെ സുവിശേഷം 3:8 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, You will be blew like a mighty wind. കാറ്റ് എവിടെ നിന്ന് വരുന്നു, കാറ്റ് എവിടേക്ക് പോകുന്നുവെന്ന് ആരും അറിയുന്നില്ല. കാറ്റിനെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? എന്നാൽ ഒരു കൊടുങ്കാറ്റ് വന്നാൽ അതിനെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഈ വുമൻസ് ഫെലോഷിപ്പിൽ ഇരിക്കുന്ന അഭിഷക്തരോട്, എൻ്റെ സഹോദരിമാരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുവാൻ പോകുകയാ. നിങ്ങൾ നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്യണ്ട. ഞാനൊരു കാറ്റായി തീരട്ടെ എന്ന് അവിടെ ഇരുന്നു കൊണ്ടൊന്ന് പ്രവചിച്ചേ. ഏറ്റവും വലിയ പ്രവാചകൻ നിങ്ങൾ തന്നെയാകട്ടോ. നിങ്ങളുടെ നാവിന്റെ മേൽ അസാധാരണമായ പവർ സ്വർഗം തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് പറയുന്നു അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഇവിടെ ഇരിക്കുന്നവർ പറഞ്ഞേ, പരിശുദ്ധാത്മാവേ ഒരു കൊടും കാറ്റായി ഞാൻ ഈ ദിവസങ്ങളിൽ തീരട്ടെ. രാജ്യങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു മൈറ്റി വിൻഡായി എൻ്റെ മേൽ ഊതണമേ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് എന്തിനൊക്കെയാണെന്നറിയാമോ? ഇന്ന് രാവിലെ ഹോളി സ്പിരിറ്റ് എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി. എന്തിനാ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്? വല്ലപ്പോഴും വുമൻസ് ഫെലോഷിപ്പിന് പോയി ഒന്ന് കൈയടിക്കാനും അല്ലെങ്കിൽ ചർച്ചിൽ പോയി ഒന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാനും അതിനൊക്കെ മാത്രമാണോ? നോ. ഇന്ന് ഹോളി സ്പിരിറ്റിനോട് 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ അസാധാരണമായ
അൺയൂഷ്വൽ പവറായ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ മേൽ പകർന്നിരിക്കുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ഉദ്ദേശം നീ ഒരു സുവിശേഷമായി തീരേണ്ടതിനാ. പ്രിയപ്പെട്ടവരെ, പ്രിയ സിസ്റ്റർ ഷൈനി പറഞ്ഞു, ജീസസ് ഈസ് അറ്റ് ദ ഡോർ. കർത്താവ് ഡോറിലെ. നമ്മൾ ലക്ഷണങ്ങൾ കാണുന്നല്ലേ, നമ്മൾ എന്തിനൊക്കെയാ പ്ലാൻ ചെയ്യുന്നത്? മക്കളെ എഞ്ചിനീയറിങ്ങിനും ഡോക്ടേഴ്സിനും ഒക്കെ ആക്കാനും, അതുപോലെ വീട് പണിയാനും, അതുപോലെ മറ്റ് നാട്ടിൽ പോകുന്ന കാര്യങ്ങളുമൊക്കെ ഈ ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യുവാണോ? ഞാൻ അതൊന്നുമല്ല പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഓരോ ദിവസവും എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കും, കാഹളം ധ്വനിക്കുകയാണോ? കാഹളം ധ്വനിക്കുവാൻ സമയമായി. അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവസഭയെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, അത് മറന്ന് മറ്റുള്ളതിന്റെ പിന്നാലെ പോകാതെ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിനായി ഒരുങ്ങുക മാത്രമല്ല, പ്രിയ സഹോദരി പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്. കർത്താവ് നമ്മളോട് ചോദിക്കും, എത്ര എണ്ണത്തെ കൂടെ കൊണ്ടുവന്നു, ആരോടൊക്കെ ഈ സ്നേഹം പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ, ഈ നാട്ടിൽ കണ്ട പലരും പറയും, ആ ഫെബി എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. നടക്കാൻ പോയപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. പക്ഷെ ജീസസ് ഈസ് ദ ഓൺലി സേവിയർ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇനി തീയിൽ വരത്തില്ലായിരുന്നല്ലോ. അന്ന് അങ്ങനെ പറയാൻ ഇടവരാതെ ഈ ദിവസങ്ങളിൽ ആരെ കണ്ടാലും കർത്താവിൻ്റെ സ്നേഹത്തെ പറഞ്ഞു കൊടുക്കുവാൻ തീരുമാനമെടുക്കുക. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ നാളുകളിലൊക്കെ ജനം പറയും, എനിക്ക് കഴിവില്ല. അത് കുറച്ച് അപ്പോയിൻറ്റഡ് ആൾക്കാരുണ്ട്, ഓർഡൈൻഡ് ആൾക്കാരുണ്ട്, അവർ പ്രസംഗിക്കട്ടെ, അവർ പാടട്ടെ, അവർ ശുശ്രൂഷിക്കട്ടെ. നോ, ഇത് അന്ത്യകാലമാ. സകല ജഡത്തിൻ്റെ മേലും ആത്മാവിനെ പകർന്നിരിക്കുക. ആ കയ്യിലിരിക്കുന്ന കൊച്ചു കുഞ്ഞിൻ്റെ മേൽ പോലും അഭിഷേകത്തിൻ്റെ പകർച്ചയുണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്യാതെ, നിങ്ങൾക്ക് ചുറ്റും ഒരു ബൗണ്ടറി വരച്ച് അതിനകത്ത് നിൽക്കാതെ ഈ ദിവസങ്ങളിൽ ഒന്ന് തീരുമാനമെടുത്തേ, ഞാൻ ഇറങ്ങാം, ഞാൻ അവൈലബിളാ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങനോട് കൽപ്പിക്കുക, ഞാനത് ചെയ്യുവാൻ തയ്യാറാ. സഹോദരിമാരെ, എത്ര പേര് അതിനു വേണ്ടി തീരുമാനമെടുക്കും? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇന്നത്തെ വുമൻസ് ഫെലോഷിപ്പിൽ തീരുമാനമെടുക്കുന്നവർ കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഏത് കപ്പാസിറ്റിയിലും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഞാൻ തയ്യാറാ നാഥ. എന്റെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും ഞാൻ ഇനിയും കളയത്തില്ല. ഞാൻ കേൾക്കുന്നൊരു കാര്യമുണ്ട്. ചിലരൊക്കെ പറയും, എനിക്ക് കഴിവില്ല സിസ്റ്റർ, എനിക്ക് ഇങ്ങനൊന്നും പറയാൻ അറിയത്തില്ല, എനിക്കും പറയാൻ അറിയത്തില്ല. സിസ്റ്റർ ഷൈനി എന്നോട് പറഞ്ഞു, ഗിവ് മീ എ സ്മോൾ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. ഐ ആം ദ വൈഫ് ഓഫ് പാസ്റ്റർ സതീഷ് ആൻഡ് മദർ ഓഫ് 3 children. ഇത് മാത്രമേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. എനിക്ക് വാക്ചാതുര്യം ഒന്നുമില്ല, പാടാൻ അറിയത്തില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല. പക്ഷേ കർത്താവിനോട് പറഞ്ഞു, ഡോണ്ട് ലിമിറ്റ് യുവർ സെൽഫ്, ഡോണ്ട് പുട്ട് ബൗണ്ടറീസ്. ഞാൻ നിന്നെ ഉപയോഗിക്കുന്നത്, നിന്റെ നാവിനെ, നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ഞാൻ ഏറ്റെടുക്കുന്നത്. നീ എനിക്ക് വേണ്ടി അവൈലബിൾ ആകാമോ? അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചൊരു വചനം എഴുതി വെച്ചിട്ട് പിന്നെ വായിച്ചാൽ മതി. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും അവർ സാമാന്യ ജനമാകിയാൽ അവർ ആശ്ചര്യപ്പെട്ടു. നോക്കിക്കേ, പത്രോസൊക്കെ ഒരു ഫിഷർമാൻ അല്ലേ, ഇലിറ്ററേറ്റ്, അവർ വിദ്യാഹീനരായിരുന്നു, വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു. പക്ഷെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്കൊരു കാര്യം ലഭിച്ചു, പവർ, ധൈര്യം, ബോൾഡ്നെസ് ലഭിച്ചു. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 1:8 കാത്തിരിക്കുന്ന ഒരു ജനത്തിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം. എന്തിനാ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഒരു പറ്റം ഈ വാഗ്ദത്തം കേട്ട് കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയായി വന്നിറങ്ങി. ആ വന്നിറങ്ങിയ അഭിഷേകം അത് കേവലം അനുഭവിച്ച് തീർക്കേണ്ടതിനല്ലായിരുന്നു, അല്ലെങ്കിൽ ആസ്വദിച്ച് അവിടെ ഇരിക്കേണ്ടതിനല്ലായിരുന്നു. പകരം ചിലതിനെ പ്രസംഗിക്കുവാനായി, ചിലതിനെ പഠിപ്പിക്കുവാനായി, ചിലതിനെ ധൈര്യത്തോടെ നിന്ന് പരിപാലിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുകയായിരുന്നു. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്നവരോട് പറയുന്നു, ചില വലിയ ദൗത്യങ്ങൾക്കായിട്ടാ നിങ്ങളുടെ മേൽ അഭിഷേകത്തെ പകർന്നത്, പരിശുദ്ധാത്മാവിനെ നൽകിയത്. അത് നിങ്ങൾ ഒതുങ്ങിക്കൂടിയിരുന്ന് വേസ്റ്റ് ആക്കി കളയാതെ എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം ദൈവിക
ഹിതപ്രകാരം ഞാൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് സമർപ്പിക്കുക. വരും ദിവസങ്ങളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുവാൻ തീരുമാനിക്കുക. വിദ്യാഭ്യാസമില്ലാത്ത പത്രോസ് പ്രസംഗിച്ചപ്പോൾ എത്ര പേരാ സ്നാനപ്പെട്ടത്? 3000 പേര്. വിദ്യാഭ്യാസം വേണ്ട, കഴിവ് വേണ്ട, സൗന്ദര്യം വേണ്ട, പരിശുദ്ധാത്മാവ് അകത്തുണ്ടെന്നൊരു ബോധ്യമുണ്ടോ? നിങ്ങളുടെ ഒരു വാക്കായിരിക്കാം ഒരു ആത്മഹത്യ ഒഴിഞ്ഞു പോകാൻ കാരണമാകുന്നത്. നിങ്ങളുടെ ഒരു അതിഥി സൽക്കാരമായിരിക്കാം. എന്നോട് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ജനത്തെ ഞാൻ ഒരു പുതിയ ട്രെൻഡ് മേക്കർ ആക്കും. ഈ അമേരിക്കയുടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പ്രകാരം ദൈവജനം പോകേണ്ടതിനല്ല, കർത്താവിന്റെ വരവിന് മുമ്പ് ഒരു പുതിയ ട്രെൻഡ് നമുക്കുണ്ടാക്കണം. നാം ക്രിസ്തുവിന്റെ പത്രങ്ങളായി തീരുന്ന ഒരു ട്രെൻഡ്. നാം എന്തെങ്കിലും പറഞ്ഞിട്ട് ആൾക്കാർ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കാണുമ്പോൾ ക്രിസ്തുവിനെ വായിക്കത്തക്കവണ്ണം let us be called the newspapers of the Lord. ഒന്ന് പറഞ്ഞ്, ഞാൻ ക്രിസ്തുവിന്റെ പത്രമാ. where others read Jesus in me, മറ്റുള്ളവർ യേശുവിനെ എന്നിൽ വായിക്കും. ഹല്ലേലൂയ. സുവിശേഷീകരണത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 26-ാം വചനം ഇങ്ങനെയുണ്ട്: നിങ്ങളുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവാഞ്ചലിസത്തിന് നിങ്ങളുടെ ബലഹീനതകളൊന്നും എണ്ണി പെറുക്കി പറയണ്ട. കർത്താവിന്റെ നാമത്തെ സുവിശേഷിക്ക് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുവാൻ, ആ വചനം മറ്റുള്ളവരോട് പറയുവാൻ നിങ്ങളുടെ കഴിവുകേടുകൾ പറയണ്ട. പലപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് പോലും അറിയാത്ത നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായേക്കാം. അതിനാ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. നിങ്ങൾ ബലഹീനമാണെന്നും ഏത് സമയം തകർന്നു പോയേക്കാവുന്ന ഒരു പാത്രമാണെന്നും പരിശുദ്ധാത്മാവിന് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ ഞരക്കങ്ങൾ പോലും, നിങ്ങളുടെ അന്യഭാഷ പോലും, നിങ്ങളുടെ നെടുവീർപ്പ് പോലും ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് പ്രാർത്ഥനയായി സ്വർഗത്തിൽ ഏൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉള്ളിടത്തോളം കാലം ഭാരപ്പെടേണ്ട. ഡോണ്ട് ലിമിറ്റ് യുവർസെൽഫ്. അടുത്തതായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മളുടെ മേൽ എന്തിനാ പകർന്നിരിക്കുന്നത്? നോട്ട് ടു ബി ബ്രോക്കൺ വെൻ യു ആർ ടെസ്റ്റഡ്. നിങ്ങൾ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ തകർന്നു പോകാതിരിക്കേണ്ടതിനാ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഈ അത്യന്ത ശക്തി നമ്മളുടെ സ്വന്തമല്ല. 2 കൊരിന്ത്യർ 4:7 ആ വാക്യം മാത്രം ഒന്ന് പെട്ടെന്നെടുത്ത് വായിച്ചേ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം വാക്യം. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിച്ചു കേട്ടേ. നമ്മളൊക്കെ നിക്ഷേപം എവിടെയാ വെക്കുന്നത്? ട്രഷർ എവിടെയാ വെക്കുന്നത്? നമുക്കൊക്കെ ട്രഷർ കാണുമല്ലോ അല്ലേ? നിക്ഷേപം കാണുമല്ലോ. എവിടെയാ സൂക്ഷിക്കുന്നത്? തകർന്നു പോകാത്ത, പൊട്ടിപ്പോകാത്ത ലോക്കറിൽ വെക്കും അല്ലേ? പൂട്ടി വെക്കും. ഹല്ലേലൂയ. സ്വർഗത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഏത് സമയവും ഉടഞ്ഞു പോയേക്കാവുന്ന ഈ earthly വെസലിനകത്ത്, ഈ മൺകൂടാരത്തിനകത്ത് എത്ര പേരത് തിരിച്ചറിയുന്നു? എന്ന് കർത്താവിന് നന്ദി പറയാമോ? കർത്താവ്, ഏത് സമയവും ഉടഞ്ഞു പോയേക്കാവുന്ന കേവലം മണ്ണാകുന്ന എന്നിൽ അങ്ങയുടെ ആത്മാവിനെ പകർന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. അവിടെ അത്യന്ത ശക്തിക്ക് എഴുതിയിരിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി പവർ, great power, immeasurable power. ഒന്ന് പറഞ്ഞേ, I have the immeasurable power of Holy Spirit within me. I have the mighty power of Holy Spirit within me. എന്തിനാ ഈ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നതെന്ന് അറിയാമോ? അതിന്റെ അടുത്ത വചനങ്ങളൊന്ന് വായിച്ചേ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞങ്ങൾ സകല വിധത്തിലും. കഷ്ടതയില്ലാത്ത ആരാ ഇവിടെ ഉള്ളത്? അനവധി കഷ്ടങ്ങളെ കാണുമാറാക്കിയിട്ടില്ലേ?
ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവരല്ലേ നിങ്ങള്? ഈ സെയിം പ്രശ്നം അടുത്തുള്ള ആൾക്ക് വന്നിരുന്നെങ്കിൽ ആ വ്യക്തി ഇന്ന് ജീവനോട് ഇരിക്കത്തില്ലായിരുന്നല്ലേ? പലവട്ടം പറഞ്ഞില്ലേ എന്റെ സമനില തെറ്റിപ്പോകുമോ ദൈവമേന്ന്? എന്നാൽ ഇന്നും സമനില തെറ്റാതെ, നിന്റെ രോമത്തിൽ ഒന്നിനു പോലും കേടുവരാതെ ഇന്നിവിടെ ജീവനോടെ ആയിരിക്കുന്നത് എന്താണെന്നറിയാമോ? സ്വർഗത്തിന്റെ ട്രഷർ, അത്യന്ത ശക്തി, ആ മൈറ്റി പവർ നിന്റെ ഉള്ളിലാ സൂക്ഷിച്ചിരിക്കുന്നത്. അടുത്തത് വായിച്ചേ. ആർക്കാ ബുദ്ധിമുട്ടില്ലാതെ, എന്നാൽ നിരാശയ്ക്ക് അടിമപ്പെടാതെ? ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാ ഡിപ്രഷൻ. ഞങ്ങൾ കൗൺസിൽ ചെയ്യുന്നവരാ. അനവധി കേസുകൾ ഞങ്ങളുടെ അരികിൽ വരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഡിപ്രസ്ഡായി ഒരു മുറിക്കകത്ത് ഒതുങ്ങി പോകാതെ, ചങ്ങലയാൽ കെട്ടിയിടപ്പെടുവാൻ ഇടവരാതെ, ഇന്നും ജീവനുള്ള ദൈവത്തെ ജീവനോടെ ആരാധിക്കുവാൻ അനുവദിച്ചത് ദൈവ സാന്നിധ്യമല്ലേ? ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരാഞ്ഞിട്ടല്ലല്ലോ. പരിശുദ്ധാത്മാവിനോടൊന്ന് നന്ദി പറഞ്ഞേ. എൻ്റെ നിക്ഷേപമേ, എൻ്റെ മൈറ്റി പവർ, ഞാൻ ഉടഞ്ഞു പോകാതെ എൻ്റെ അകത്ത് ഈ പ്രതികൂലങ്ങളൊക്കെ വന്നപ്പോഴും വസിക്കുന്നതിനൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ചേ. ഓക്കെ, ഉപദ്രവങ്ങളുണ്ട്, അനേക വീഴ്ചകളുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഇനിയും ഫെബി എഴുന്നേൽക്കത്തില്ല, കഴിഞ്ഞു, വീണ് കിടന്നെങ്കിലും ഞാൻ നശിച്ചു പോയില്ല, ഇനിയും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കത്തില്ലെന്ന് കരുതിയെങ്കിലും ഇന്നും ഞാൻ ജീവനോടെ ഇരിക്കുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഇന്നിവിടെ ആരും വീൽ ചെയറിൽ വന്നതൊന്നും ഞാൻ കണ്ടില്ല. നിങ്ങളൊക്കെ സ്വന്തം ആരോഗ്യത്തോടെ നടന്നു വന്നതാ. എന്താണെന്നറിയാമോ? പലവിധ ക്ഷീണങ്ങളും രോഗങ്ങളും വന്നിട്ട് ജീവിതം തകർന്നു പോകാതെ നിൽക്കുവാൻ സാധിച്ചത് ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുള്ളതിനാ. കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ നന്ദി എന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്തത്, ഈ ഹോളി സ്പിരിറ്റിനെ നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? Gospel of John chapter 16 verses 8 and 8, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരുവാൻ. എൻ്റെ മെസ്സേജിൻ്റെ സമയം തീരാറായി. വർഷിപ്പ് ടീം വന്നതാ. നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ടൊന്ന് നോക്കിയിരുന്നേ. എനിക്ക് പെട്ടെന്ന് ഇത് തീർത്തിട്ടിരിക്കണം. ആരുടെയും ശ്രദ്ധ മാറില്ലേ? പരിശുദ്ധാത്മാവ് നമ്മളെ സുവിശേഷീകരണത്തിനായി അനോയിന്റ് ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തകരാതെ നിൽക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുന്ന നിക്ഷേപമാകുന്നു. അടുത്തത്, പരിശുദ്ധാത്മാവ് ഈ മാലിന്യം നിറഞ്ഞ ലോകത്തിൽ, ഈ വഷളത്വം നിറഞ്ഞ ലോകത്തിൽ പാപത്തോട് അനുരഞ്ജനപ്പെടാതെ, കോംപ്രമൈസ് ചെയ്യാതെ നമ്മളെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത് ഈ പരിശുദ്ധാത്മാവാകുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അവിടുന്ന് ബോധ്യം തരുന്നു. അത് മാത്രമല്ല കേട്ടോ, ഞാൻ ചില സമയങ്ങളിലൊക്കെ ചോദിക്കും, കർത്താവേ എനിക്ക് പറക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ എത്ര ശ്രമിച്ചാലും കാഹളം ധ്വനിക്കുമ്പോൾ എങ്ങനെയായി ശരീരം പൊങ്ങുന്നത്, രൂപാന്തരപ്പെടുന്നത്? എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം എടുത്ത് വായിക്ക്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധ ആത്മാവ് നിന്നിൽ വസിക്കുന്നു. നിന്റെ മർത്യ ശരീരങ്ങളെയും പരിശുദ്ധാത്മാവ് ഉയർപ്പിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം കഴിഞ്ഞ് സുരക്ഷിതമായി കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുവോളം പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണം. അതിനാണ് ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചേ. നമ്മുടെ സമയം കഴിഞ്ഞു. ആ കണ്ണുകളൊക്കെ ഒന്ന് അടച്ചേ. ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് വേണം. കഴിയുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. അല്പസമയം അന്യഭാഷകളിൽ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരുന്നേ. ഇപ്പോൾ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില ആന്തരിക സൗഖ്യം നൽകട്ടെ. വിട്ടുകളയുവാൻ കഴിയാത്ത ചില പാപ സ്വഭാവങ്ങൾ ചിലരിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ പുറത്തു വരട്ടെ.
പാപത്തെ വെറുക്കുന്നൊരു തലമുറ. പ്രാർത്ഥിച്ചേ, മാതാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ കേവലം ഒരു പുത്രനെ കൊടുക്കുകയല്ലായിരുന്നു, പകരം ദാൻ മുതൽ ബർശേബ വരെ ഒരു വിശ്വസ്ത പ്രവാചകനെ ആ ദൈവം കൊടുത്തത്. ഇവിടെ ഇരിക്കുന്ന മാതാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചേ, പിതാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ഈ മാലിന്യം നിറഞ്ഞ ലോകത്തിൽ പാപത്തെ വെറുക്കുന്ന ഒരു തലമുറ, പാപത്തെ വെറുക്കുന്ന ഒരു ഹോളി ജനറേഷൻ. അതികൾ ഘടകം ദഗനം ദാന. ഇപ്പോൾ ചില നിരാശകൾ അഴിഞ്ഞു മാറട്ടെ, ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ ജനത്തിന്റെ മേൽ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ, ഇന്ന് ചില ദുഃഖങ്ങൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിക്ഷേപമാകുന്ന പരിശുദ്ധയാത്മാവേ, അങ്ങയുടെ ജനത്തെ ഇപ്പോൾ ശുശ്രൂഷിക്കണമേ. രീതം ദാനം 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 ജീനം ദേനം ദീകം ദേ. ദൈവ സാന്നിധ്യത്തിൽ വിധേയപ്പെടുത്തി കൊടുക്കാം. കേട്ടപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. വർഷിപ്പ് ടീം പാടുമ്പോൾ ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കരങ്ങളെ ചേർത്തടിച്ച്, ആരോഗ്യം ദൈവത്തിന്റെ ദാനമാ. ഇന്നൊരു ഇരട്ടി അഭിഷേകത്തോടെ ഇവിടെ നിന്ന് കടന്നു പോകത്തക്കവണ്ണം ജനമെല്ലാം കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു.
ലക്ഷണങ്ങൾ അഴിഞ്ഞു മാറട്ടെ. സ്പിരിച്വൽ ഫ്രീഡം വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യത്തിൽ മതിമറന്ന ജനം ആരാധിക്കട്ടെ. പുതിയ ഭാഷകളിൽ ജനം സംസാരിക്കട്ടെ. Thank you, mighty God. Love you, Jesus. രണ്ട് കരങ്ങളെയും സ്വർഗത്തിലേക്ക് മലർത്തി പിടിച്ചേ. കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കിക്കേ. എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കുന്നു അത്രത്തോളം അവിടത്തോട് പറഞ്ഞേ. എന്നോട് ചേർന്നൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ? പിതാവാം ദൈവമേ. ശബ്ദമുയർത്തി എന്നോട് ചേർന്ന് പറഞ്ഞേ. പിതാവാം ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പുത്രനാം യേശു തമ്പുരാനെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ പരിശുദ്ധ ആത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അപ്പാ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ബ്യൂട്ടിഫുൾ പ്രസൻസ് ഹിയർ. ഞങ്ങൾ അങ്ങയെ ഒത്തിരി സ്നേഹിക്കുന്നു. മഹത്വം അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു. While you remain standing, let's close our eyes in prayer. Father God, we thank you for this time, Lord Jesus. From the beginning of this convention, Lord Jesus, Father, we thank you for your presence in our midst, Father Lord. Father, we love you because, Father Lord, you gave yourself, Lord Jesus, your Son, for us, Father Lord. Lord Jesus, Father, we thank you, Father Lord, for the sisters who led the worship, Father Lord. Lord Jesus, for the spirit-filled worship, Father, we thank you. Father, we thank you, Lord Jesus, for the leadership, Lord Jesus, of this women's fellowship, Father. I pray your continued blessing upon them, Father, Lord. Help them, Lord Jesus, Father, to do mighty things, Lord Jesus, Father, for you, Father. Lord Jesus, Father, in everything, Lord Jesus, let it bring glory to your name, Lord. Father, I thank you for the wonderful sister that you brought into our midst, Father, Sister Phoebe, Lord Jesus. I thank you for the ways in which you are leading her, Father, and her family, Father. Lord, thank you for being, Lord Jesus, Father, for helping her to be a living testimony among us, Father, Lord. For sharing, Lord Jesus, Father, the wonders and the miracles that you've done in her life, Father, Lord. To share your love, Lord Jesus, to others, Father. Lord Jesus, Father. And as she reminded us, Father, Lord, all things work together for good to those who love God and to those who are called according to his purpose. And above all, we thank you for the gift of the Holy Spirit, Father, Lord. Jesus, thank you, Father, for sending us the comforter and the helper, Lord Jesus. Father, in the midst of all our trials and tribulations, Father, we thank you for the Holy Spirit, Father, Lord. Lord Jesus, Father, we pray for fresh anointing, Lord Jesus, Father. Not to live our days, Lord Jesus, Lord Jesus, Father, doing the things that we have to do in the world, Father. But, Father, help us, Lord Jesus, Father, to carry out the good news, Father, the gospel of Jesus Christ to those around us, Father, Lord. Lord Jesus, we ask you to equip us, Father, day by day. And, Lord Jesus, Father, that those who see us will see you through us, Lord Jesus, Father. We thank you, Lord Jesus. We give you glory and honor. In the name of Jesus, we pray. Amen. എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്ത് അല്പസമയം ഇരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തി നമ്മളുടെ ഈ ഹോളിൽ അനുഭവിച്ചറിയുവാനായിട്ട് കഴിഞ്ഞ നിമിഷങ്ങളിൽ നമുക്ക് കഴിഞ്ഞു. കർത്താവ് കർത്തൃദാസിയെ കൂടുതലായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പെട്ടെന്ന് സമയങ്ങൾ കടന്നു പോകുന്നു. എന്നാൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുവാനായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. Over the past 2 years, we have been blessed to witness the incredible talents of the men and women within our community. With contributions from churches across our region, we have received inspiring articles, poems, and videos from our dedicated members. We were able to post these videos, these articles, these testimonies in
different social media. These works reflect the creativity and the commitment that make our fellowship so special. IPC Eastern Region Women's Fellowship Leadership is deeply thankful to everyone who has shared their gifts with us. Your efforts have enriched our community and brought glory to God. We are truly grateful for the time, the energy, and the passion towards IPC Eastern Region Women's Fellowship. As we look forward, I want to take this moment to honor and thank each one of you. Your contributions have made a lasting impact, and we pray that God continues to use you in all your efforts. കഴിഞ്ഞ 2 വർഷങ്ങളായ ലേഖനങ്ങളായും ലഘു സന്ദേശങ്ങളായും കഥകളായും അനുഭവ സാക്ഷ്യങ്ങളായും സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ സംഭാവനകൾ നൽകിയ എല്ലാ സഹോദരി സഹോദരന്മാരെയും ആദരിക്കുവാനുള്ള സമയമാണിത്, ഒരു പ്രത്യേക സമയമാണിത്. This time I would like to invite Pastor Joseph Williams to please come forward and recognize our gifted writers who have made significant contributions to the community. When I call the names, please come forward and receive this recognition from the pastor. If someone is absent, I would encourage the ladies representatives from the church to please come forward, or someone from the church is present here, please come forward. First, we have Dr. Jacob Palathinkal from India Christian Assembly, New York. He's not able to come here this evening. Sister Gracema Cheriam from ICA, New York. She's in India right now, so she's unable to be here. Sister B.G. Thomas from Hebron IPC, New York. Someone from the church can come. Oh, she's here, okay. Next, we have Sister Lois Paul. She's from India Christian Assembly, New York. Ladies representative can come forward and receive from ICA, New York. Sister Sophia Jimmy Varghese from ICA, New Jersey. Sister Feba can come forward and receive that on behalf of Sister Jetsi Liju from India Christian Assembly, New York. Next, we have Sister Shiny Rojan Sam from ICA, New York. Sister Thankama Samuel from ICA, New York. Sister J.C. Thomas from IPC, New York. Sister Jetsi, Sister Susama James from ICA, New York. Sister Ivy Scaria from Hebron IPC, New York. Sister Julia Jerin James from IPC, New York. Sister Agnes Wilson from ICA, New York. Sister Snehalada Nair from ICA, New York. Sister Bernice Thomas from Hebron IPC, New York. Sister Sarah Johnson from ICA, New Jersey. ഞാൻ പേര് പെട്ടെന്ന് വിളിക്കുന്നതേ ഉള്ളൂ, എല്ലാവരും ഒന്നൊന്നായി കടന്നു വരിക. Sister Maria Johnson from ICA, New Jersey. Sister Reba Sam from IPC, New York. Sister Reggie George from IPC Bethel Worship Center, Yonkers. Sister Jolie Johnsey from ICA, New York. Sister Mary George from Shalem IPC, New Jersey. Sister Somi Matthew from ICA, New York. Sister Anita Tanikal from ICA, New York. Sister Bella Thomas from ICA, New Jersey. Sister Shirley Thomas from ICA, New York.
Sister Mercy Matthew from ICA, New York. Sister BG Thomas from Hebron IPC. We gave it to her, right? Sister Hannah George from IPC, New York. Is she here? Sister Ivy Jacob from IPC, New York. Sister Sheba Daniel from CFT, New York. Is she here? Sister Hema Varghese from IPC, New York. Sister Irene Ann Abraham from ICA, New York. Sister Jace Matthew from ICA, New Jersey. Sister Ashley Varghese from IPC, New York. Sister Feba Varghese from ICA, New York. Sister Feba Thomas from ICA, New Jersey. Sister Reggie George from IPC Bethel Worship Center, Yonkers. Sister Olivia John from ICA, New York. Sister Grace Samuel from IPC Shalem, New Jersey. Sister Raymond Jacob from ICA, New York. Sister Jessie Abraham from Cornerstone Church, New York. Sister Julie Matthew from India Pentecostal Fellowship, New York. And Sister Shinu Sam from ICA, New York. Thank you so much for your valuable contributions. This time, Sister Julie Joseph will come. Praise the Lord. Thank you for your patience. Greetings to you all in the precious name of our Lord and Savior Jesus Christ. It is indeed a great privilege to stand here. And first of all, I'd like to thank you all for coming here. We know this is early, but thank you for coming here. I thank God for making this happen. You know, He gave us good weather, brought all of you here safe and sound. I thank God for that. And also, I'd like to thank Pastor Joseph Williams for your presence here and distributing the certificates, for all the Eastern Region executives for your help in making this happen. And also, thank you, Sister Feba, for giving us a wonderful message and her testimony. And also, I'd like to thank our choir for working so hard and doing good today. It was beautiful, and I pray for, that may God continue to use you, and also everyone here today. Thank you for making this time to be here. I also like to thank our tech team, PowerVision, Unitech, Ebiangela, and Bentley Chachin. Thank you so much for making this happen, and also for everyone who gave rides to your wives to get here on time. Thank you so much for that. And also, this is the annual convention, and I'd like to thank everyone who supported us throughout the year. And especially we thank Brother Matthew Palatingal for editing the articles as we share it on Facebook. He's the one who edits that. Thank you for that. And also I'd like to thank the team for working so hard to make this happen. And as we conclude our annual prayer meeting, I want to extend my heartfelt gratitude to each one of you joining us today. A special thank you for the organizers and the volunteers who made this happen. And also, thank you once again for being a part of this annual convention. Whatever we heard today, let the Spirit of God guide us, let the presence of God guide us, and let us be the reason that someone know Christ. At this time, I request Pastor Joseph Williams to do the prayer and benediction. Thank you, Sister Phoebe Sadish, for that very inspiring and encouraging word, as well as the testimony. And Sister Shiny and team for doing a marvelous job with our Women's Fellowship. Probably our Women's Fellowship is the most active wing of our region. And not just because of your dedication and prayer, but also you organize the most
prayer meetings, fellowship meetings, events. And on behalf of the region, I congratulate and thank all of you for being such an integral part of the region. Immediately following this, actually from 4 to 6, we are going to have our Sunday School Association Sunday School region anniversary, which is going to take place now. You are all welcome to stay, but make sure that you don't go back home after this session. Please stay behind for tonight's meeting. രാത്രിയുള്ള മീറ്റിംഗ് കൂടെ കഴിഞ്ഞ് എല്ലാവരും പോകാവുള്ളൂ. ആരും സഹോദരിമാരുടെ മീറ്റിംഗ് കഴിഞ്ഞ് സഹോദരിമാർ വീടുകളിൽ പോകരുത്. നിങ്ങൾ വളരെ അടുത്തുള്ളവരാണെങ്കിലും നമുക്ക് ആണ്ടിൽ ഒരിക്കലൊക്കെ ഈ ക്രമീകരണങ്ങളുള്ളൂ. അതുകൊണ്ട് പ്ലീസ് stay with us so that we will have a blessed Sunday school session as well as an evening session. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗീയ ദൈവമേ, ഞങ്ങളുടെ സഹോദരിമാരുടെ പ്രവർത്തനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിപ്പാൻ, പ്രവർത്തിപ്പാൻ അവിടുന്ന് തിരഞ്ഞെടുത്ത് ആക്കി വച്ച ഞങ്ങളുടെ പ്രിയ സഹോദരിമാർക്കായി, അവരുടെ നേതൃത്വത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ സഭകളിൽ, ഞങ്ങളുടെ റീജിയണിൽ ഒക്കെ ഞങ്ങളുടെ സഹോദരിമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായും സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളിൽ അനേകർ ഈ നിലയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ മുഖാന്തരമായി തീർന്നത് അനുഗ്രഹീതരായ ഞങ്ങളുടെ മാതാക്കൾ മുഖാന്തരമാണെന്നും ഓർത്ത് ഞങ്ങൾ അവരെയെല്ലാം ഈ അവസരത്തിൽ ഓർക്കുകയും അവർക്കായി കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവകൃപയിലേക്ക് അനേക സ്ഥലങ്ങളിൽ, ഭവനങ്ങളിൽ ആദ്യമായി കടന്നു വന്ന മാതാക്കളും അവർ ദൈവസഭയ്ക്ക് നൽകിയതായ വിലയെല്ലാം ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയും അവരിൽ കൂടെ നിൻ്റെ ജനം തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തതെല്ലാം ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരിമാരും അനുഗ്രഹിക്കപ്പെട്ട നല്ല മാതാക്കളായി, അതേ അമ്മമാരായി, വലിയമ്മമാരായി അനുഗ്രഹിക്കപ്പെട്ട നല്ല തലമുറകളെ കർത്താവിന് സമ്മാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളായി തീരുവാൻ കർത്താവിൻ്റെ കൃപയുടെ കരങ്ങളിൽ അവരെയെല്ലാം ഏൽപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെല്ലാം അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ കൂട്ടിവരുത്തി ഞങ്ങളുടെ ദാസിക്കായി സ്തോത്രം. നിന്റെ മകളിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീതമായ നല്ല വചനത്തിനായി സ്തോത്രം. നിന്റെ മകളെ കർത്താവ് സ്നേഹിച്ച് രക്ഷിച്ച് അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ ആക്കി വയ്ക്കുകയും അത്ഭുതകരമായി സൗഖ്യമാക്കുകയും ചെയ്ത് ഓർത്ത് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്നും ഞങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവ് ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയും ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്യുന്ന കർത്താവിനെ അറിയുവാനും സ്നേഹിപ്പാനും അവൻ്റെ വയലിലായിരിക്കാനും ഞങ്ങളെയൊക്കെ അവിടുന്ന് സഹായിച്ചത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ സഹോദരിമാരുടെ പ്രവർത്തനം അധികം അനുഗ്രഹിക്കണം. അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്തണം. തുടർന്ന് ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും നാം എല്ലാവരോടും, വിശേഷാൽ നമ്മുടെ സഹോദരിമാരോടും അവരുടെ പ്രവർത്തനങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ മേഘത്തിലെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കൃപ നമ്മോടുകൂടെ ഉണ്ടാകുമാറാകട്ടെ. തുടർന്ന് സൺഡേ സ്കൂളിൻ്റെ സെഷൻ നടക്കും. സഹോദരിമാർക്ക് ബ്രേക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ നിങ്ങളും കൂടെ സൺഡേ സ്കൂളിൽ സഹകരിക്കണം. വൈകിട്ടത്തെ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോകാവുമെന്ന് ഓർപ്പിക്കുന്നു.